സാർ ഇന്ന് നമ്മൾ കഥേമമ്മയിൽ എന്താണ് സംസാരിക്കുന്നത്? കഥേമമ്മയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയമാണ് സംസാരിക്കുക. അതായത് വീർ സവർക്കറെ ഭയങ്കരമായിട്ട് ഈ മാർക്സിസ്റ്റുകൾ, ഇസ്ലാമിസ്റ്റുകൾ ഒക്കെ പുച്ഛിക്കാറുണ്ടല്ലോ. ഏതോ സിനിമയിൽ ഷൂ നക്കിയെന്നോ അങ്ങനെ എന്തോ കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സവർക്കറെ പറ്റി പ്രത്യേകിച്ച് ഒന്നാമത് ആ സിനിമയിൽ അങ്ങനെ ഇല്ല. പിന്നെ സവർക്കറെ പറ്റി ധാരാളം പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ഒടുവിൽ അമേരിക്കയിൽ തന്നെ ഒരു അക്കാദമിഷ്യനായിട്ടുള്ള മറാത്തി ഭാഷ നന്നായിട്ട് വശമുള്ള ജാനകിയുടെ ഒരു ജീവചരിത്രം, ഒരു ഇൻ്റലക്ച്വൽ ബയോഗ്രഫി എന്ന് പറയാം. ഞാൻ വായിച്ചു, അത് ഗംഭീരമാണ്. സവർക്കർ ഏത് തരം വിപ്ലവകാരിയാണ് എന്നൊക്കെ ഉള്ളത് മുമ്പ് ഞാൻ പലപ്പോഴും ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. EMSൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ സവർക്കർ വലിയ വിപ്ലവകാരിയാണ് എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ EMS ഒക്കെ ജീവിക്കുന്ന കാലത്ത് തന്നെ ഈ വാഴ്സൈൽസ് മാർസെയിൽ വെച്ച് ഫ്രാൻസിൽ ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സംഭവം ആ കാലത്ത് വലിയ സാഹസിക കഥയാണ്. അതൊരു സ്വാതന്ത്ര്യ സമര സേനാനിക്കും മറക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ EMSനെ അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം വിപ്ലവകാരിയാണല്ലോ. മാത്രമല്ല ഈ മാർക്സിസ്റ്റുകൾ പറയുന്ന സായുധ വിപ്ലവത്തിൻ്റെ തന്നെ പാതയൊക്കെ അത്യാവശ്യം സ്വീകരിച്ചിരുന്ന ആളുമാണ് അദ്ദേഹം. അപ്പോൾ ആ കാലത്ത് ഒരു വീരനായിട്ടാണ് ഇവരെ പോലുള്ള ആളുകളൊക്കെ കണ്ടിട്ടുള്ളത്, മാർക്സിസ്റ്റുകളുമൊക്കെ. പിന്നെ മിറാജ് കർ മുംബൈയിൽ മേയറായിരുന്നു, കമ്മ്യൂണിസ്റ്റ് മേയർ. ആ കാലത്താണ് ഇദ്ദേഹത്തിനെ ഈ ആൻഡമാനിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരുന്നത്, രത്നഗിരിയിൽ വരാനൊക്കെ. അപ്പം മുംബൈ തുറമുഖത്തിൽ കൊടുക്കുന്ന വലിയ സ്വീകരണമൊക്കെ ഈ മാർക്സിസ്റ്റ് മേയർ മിറാജ് കറുടെ നേതൃത്വത്തിലാണ്. പിന്നെ സാധാരണഗതിയിൽ പാർലമെൻറ്റിൽ MP ആയിരുന്ന ആളുകൾക്കാണ് ഈ മരിച്ചു കഴിയുമ്പോൾ ഉപചാര പ്രസംഗങ്ങളൊക്കെ നടക്കുക, അനുശോചന പ്രമേയം അവതരിപ്പിക്കുക തുടങ്ങിയത്. സവർക്കർ MP ആയിരുന്നില്ലല്ലോ, നെഹ്റുവിനും ഇഷ്ടമല്ലായിരുന്നു, MP ആകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ സവർക്കർ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ ലോക്സഭ ഓർക്കണം, പാർലമെൻറ്റ് ഓർക്കണം, നമുക്ക് ഓർക്കുന്ന പ്രസംഗങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് പാർലമെൻറ്റിൽ അങ്ങനെ സംഭവിക്കുന്നത് മാർക്സിസ്റ്റ് അംഗമായ ഹിരൺ മുഖർജി പറഞ്ഞിട്ടാണ്. അപ്പോൾ പഴയ തലമുറയിൽ ബുദ്ധിയും വിവരമുള്ള മാർക്സിസ്റ്റുകൾക്കൊക്കെ സവർക്കർ ആരാണെന്നുള്ള നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. ഈ MA ബേബിയുടെയൊക്കെ തലമുറ വന്നപ്പോഴാണ് ഈ പുച്ഛവും പരിഹാസവും വിവരദോഷവും ഒക്കെ ആയി മാറിയത്. അപ്പോൾ ഈ ഹൃദയനാഥ് മങ്കേഷ്കറെ ആകാശവാണിയിൽ നിന്ന് നെഹ്റു പുറത്താക്കിയ ഒരു സംഭവം അടുത്ത കാലത്ത് ഈ ഭരണഘടന എന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ടായിരുന്നല്ലോ, രാഹുൽ ഗാന്ധിയും കൂട്ടരും. അപ്പോൾ പാർലമെൻറ്റിൽ ഇപ്പം നയപ്രഖ്യാപന ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മോദി സംസാരിക്കുമ്പോൾ ഈ ഹൃദയനാഥ് മങ്കേഷ്കറെ, ലതാ മങ്കേഷ്കറിൻ്റെ സഹോദരൻ ഹൃദയനാഥ് മങ്കേഷ്കർക്ക് ആകാശവാണിയിൽ ജോലി ഉണ്ടായിരുന്നു. സവർക്കറുടെ ഒരു കവിത അദ്ദേഹം ആകാശവാണിയിൽ അവതരിപ്പിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ആകാശവാണിയിൽ നിന്ന് നെഹ്റു പറഞ്ഞിട്ട് പിരിച്ചുവിട്ട കാര്യം മോദി ഓർത്തിരുന്നു. അപ്പോൾ അന്ന് സിനിമാ കാര്യങ്ങൾ കുറേ പറഞ്ഞിരുന്നു. കിഷോർ കുമാറിനെ അടിയന്തരാവസ്ഥക്കാലത്ത് പാടാൻ സമ്മതിക്കാതിരുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ചയൊക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലതാ മങ്കേഷ്കറിൻ്റെ കുടുംബത്തിന് സവർക്കറുമായിട്ട് ഉണ്ടായിരുന്ന ബന്ധമാണ്. ലതാ മങ്കേഷ്കർ താത്യ എന്നാണ് വിളിച്ചിരുന്നത്. അത് സാധാരണഗതിയിൽ നമ്മൾ കാരണവന്മാരെയൊക്കെ കുടുംബത്തിൽ അഭിസംബോധന ചെയ്യില്ലേ, എന്തൊക്കെ വിളിക്കുമായിരിക്കും? ഈ ആചാര്യൻ എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ആദരവോടുകൂടി ഇല്ലേ, മുത്തശ്ശ എന്നൊക്കെ വിളിക്കില്ലേ കുട്ടികൾ, അതുപോലെ വിളിക്കുന്നതാണ് ഈ താത്യ എന്ന്. അങ്ങനെയാണ് ലതാ മങ്കേഷ്കർ വിളിച്ചിരുന്നത്. ലതാ മങ്കേഷ്കറിൻ്റെ മങ്കേഷ്കർ കുടുംബത്തിന് വലിയ ആദരവായിരുന്നു സവർക്കറോട്. അത് സവർക്കറുടെ മരണത്തിന് ശേഷവും ലതാ മങ്കേഷ്കർ എല്ലാ കൊല്ലവും ഇദ്ദേഹത്തിൻ്റെ ജന്മദിനവും ചരമദിനവും ഓർക്കാറുണ്ടായിരുന്നു. പോസ്റ്റ് ഇടാൻ സൗകര്യം ഉണ്ടായിരുന്ന കാലത്ത് അങ്ങനെയും ചെയ്തിരുന്നു ലതാ മങ്കേഷ്കർ, ആധുനിക കാലത്ത് അങ്ങനെയും ചെയ്തിരുന്നു.
1930കളുടെ തുടക്കത്തിൽ ആണ് ഈ മങ്കേഷ്കർ കുടുംബം ത്തിന് സവർക്കറുമായിട്ട് ബന്ധം വരുന്നത്. സവർക്കർ അങ്ങോട്ട് പോകുന്നതല്ല, സവർക്കറുടെ വ്യക്തിത്വം മഹത്വമൊക്കെ കണ്ടിട്ട് അവർ ബന്ധപ്പെടുന്നതാണ്. ബന്ധപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മങ്കേഷ്കർ കുടുംബത്തിന് സംഗീത പശ്ചാത്തലമാണല്ലോ. ധാരാളം കവിതകൾ സവർക്കർ എഴുതിയിട്ടുണ്ട്, നാടകം എഴുതിയിട്ടുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട്. സവർക്കർ മാപ്പിള എന്നാണ് നോവലിൻ്റെ പേര്. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള നോവലാണത്. നമ്മുടെ കേരളത്തിലെ മാപ്പിള ലഹള. അതൊരു പുതിയ അറിവാണ്. അത് മലയാളത്തിൽ പരിഭാഷ ചെയ്ത് 2 കൊല്ലം മുമ്പ് വന്നിട്ടുണ്ട്. അത് നോവൽ എന്ന് പറയുന്നത്. ഞാനിത് അത് വായിച്ചു നോക്കി. പക്ഷെ ഒരു നോവലിൻ്റെ ഒരു ശില്പമൊന്നും അതിനങ്ങനെ കാര്യമായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ആ കാലത്ത് ഈ ആര്യ സമാജത്തിൻ്റെ നമ്മുടെ ഋഷിറാം ലാഹോറിലായിരുന്നു അന്ന് ഇന്ത്യയും ലാഹോർ 2 സ്ഥലമല്ലല്ലോ. ലാഹോർ ഇന്ത്യയിൽ തന്നെയാണല്ലോ. ലാഹോറിൽ നിന്നുള്ള മറ്റേ ആര്യ സമാജത്തിൻ്റെ പ്രവർത്തകരാണ് അന്ന് വന്ന് ഗർവാബസി ഈ മുസ്ലിങ്ങളാക്കി മാറ്റിയവരെയൊക്കെ തിരിച്ച് ഹിന്ദുക്കളാക്കുന്നതൊക്കെ പണ്ഡിറ്റ് ഋഷിറാം വരുന്നുണ്ട് അന്ന്. പിന്നെ നമ്മുടെ കൊട്ടാരക്കരക്കാരൻ ഒരു ശർമ്മ, അദ്ദേഹം ഈ ഋഷിറാമിൻ്റെ കൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവർ എഴുതിയ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ഇതിൻ്റെ രേഖകൾ. ആ രേഖകൾ നോക്കിയിട്ടാണ് ഇദ്ദേഹം നോവൽ എഴുതുന്നത്. മാപ്പിള എന്ന് പറഞ്ഞ നോവല് അതൊരു പയനിയറിങ് വർക്കാണ്. കാരണം ആ വിഷയത്തിൽ പിന്നീട് ആ പശ്ചാത്തലത്തിലൊരു ഇംഗ്ലീഷിലും ഒരു നോവലുണ്ട്. പക്ഷേ ആദ്യത്തെ നോവല് ഒട്ടും താമസിയാതെ 2-3 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് മാപ്പിള എന്ന് പറഞ്ഞ നോവൽ വരുന്നുണ്ട്. ഹിന്ദുക്കളുടെ ഒരു ഉയർപ്പ് ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ മാപ്പിള എന്ന് പറഞ്ഞ നോവലും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സവർക്കറിൻ്റെ സന്യസ്ത ഗഥാക് എന്ന് പറഞ്ഞിട്ടുള്ള നാടകം, അതായത് സന്യാസം സ്വീകരിച്ച വാൾ എന്നാണ് അതിൻ്റെ അർത്ഥം. സന്യസ്ത ഗതങ് എന്നിട്ടുള്ള നാടകം ദീനാനാഥ് മങ്കേഷ്കർക്ക് അവതരിപ്പിക്കണം എന്നുണ്ടായിരുന്നു. നടനും ഗായകനുമാണ് ദീനാനാഥ് മങ്കേഷ്കർ, ലതാ മങ്കേഷ്കറിൻ്റെ ഒക്കെ അച്ഛൻ ദീനാനാഥ് മങ്കേഷ്കർ. അദ്ദേഹം നടനുമായിരുന്നു, ഗായകനായിരുന്നു. ഇവിടെ പണ്ട് സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരൊക്കെ ഇല്ലേ സംഗീത നാടകങ്ങളിൽ അഭിനയിക്കുന്ന ആളുകൾ. മുമ്പ് അങ്ങനെ വേണമല്ലോ, പാട്ട് പാടാൻ അറിയുന്നവരും കൂടി വേണം, സംഗീത നാടകങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ ദീനാനാഥ് മങ്കേഷ്കർക്ക് വേണ്ടിയിട്ട് ഇത് നാടകമാക്കാനായിട്ട് അനുമതി ചോദിച്ചിട്ടാണ് സവർക്കറെ സമീപിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇത് നടക്കുമോ എന്നൊക്കെയുള്ള സംശയത്തിൽ അനുവാദമൊക്കെ കൊടുത്തു. കാരണം ബ്രിട്ടീഷ് ഭരണമാണ് സവർക്കറെ അവർക്കിഷ്ടമല്ല. ഗാന്ധിയെയും നെഹ്റുവിനേക്കാൾ വലിയ ശത്രു സവർക്കറാണെന്നാണ് വിലയിരുത്തൽ. മറ്റേവർ ഈ ഡൊമീനിയൻ വേണം, സ്വാതന്ത്ര്യം ഇപ്പോൾ തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഗാന്ധിയും നെഹ്റുവൊക്കെ നടക്കുന്നത്. നിങ്ങൾ തന്നെ ഭരിച്ചാൽ മതി, ഞങ്ങൾ ജയിലിൽ കിടന്നോളാം, പരിയൊന്നുമില്ല എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളുകളാണ്. സവർക്കർ അങ്ങനെയല്ലല്ലോ. അപ്പോൾ സവർക്കർ മറ്റേ അനുവാദം കൊടുത്തു. 1931 സെപ്റ്റംബർ 18 ഈ സവർക്കർ എഴുതിയ നാടകം ദീനാനാഥ് മങ്കേഷ്കറിൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറി. അത് പിന്നെ ഷാത്ത് ജന്മ ശോദിത്താന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിരഹം ഒക്കെയുള്ള പ്രണയവിരഹവും ഒക്കെയുള്ളൊരു കവിത സവർക്കർ എഴുതിയത് വസന്തറാവു ദേശ്പാണ്ഡെ പാടിയിരുന്നു ഈ നാടകത്തിൽ. വസന്തറാവു ദേശ്പാണ്ഡെ അക്കാലത്തെ വലിയ ഗായകനാണ്. ഈ വസന്തറാവു ദേശ്പാണ്ഡെയുടെ ഈ പാട്ട് വലിയ ഹിറ്റായി. KS ജോർജ് പാടുന്ന പാട്ടുകളൊക്കെ ഇല്ലേ, മാരിവില്ലിൻ തേൽമരരെ മാഞ്ഞു പോവുകയോ എന്നൊക്കെ പറഞ്ഞുള്ള പോലെ വളരെ പ്രശസ്തമായൊരു പാട്ടായി ഷാത്ത് ജന്മ ശോധിത്താന എന്ന് പറഞ്ഞ പാട്ട്. ഇത് പിന്നീട് പല ആളുകൾ പിൽക്കാലത്ത് ഈ പാട്ടുകൾ പാടിയിട്ടുണ്ട്, പല ഗായകരും. പക്ഷേ ഈ ഈ ഈ വസന്തറാവു ദേശ്പാണ്ഡെ പാടിയത് തന്നെയാണ് ഇപ്പോഴും വലിയ സംഭവമായിട്ട് നിലനിൽക്കുന്നത്. സവർക്കറുടെ കവിത ആധാരമാക്കിയിട്ടുള്ള
ഗാനമാണത് ആ നാടകത്തിലെ. അന്ന് ഈ നാടകം അരങ്ങേറുമ്പോൾ ലതാ മങ്കേഷ്കർക്ക് 2 വയസ്സാണ്. അപ്പോൾ സവർക്കർ ധാരാളം പരിഷ്കരണ പ്രവർത്തനങ്ങൾ, ഹിന്ദു മതത്തിൽ തന്നെ ധാരാളം പരിഷ്കരണ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹം പിന്നെ ദലിതർക്ക് വേണ്ടി ഒരു ക്ഷേത്രമൊക്കെ തുറന്നു കൊടുത്തിട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ധാരാളം നടത്തുന്ന ആളാണ്. അപ്പോൾ അതേസമയം ആത്മീയതയും അദ്ദേഹത്തിലുണ്ട്. അപ്പോൾ സവർക്കർ ലതാ മങ്കേഷ്കർ കുടുംബത്തിൻ്റെ തന്നെ വലിയ സുഹൃത്തായി ഈ നാടകം അവതരിപ്പിക്കുന്നതോടുകൂടി. ഇദ്ദേഹം ഈ നമ്മളിവിടെ പന്തിഭോജനം എന്നൊക്കെ പിൽക്കാലത്ത് പറഞ്ഞിരുന്നില്ലേ, ദലിതരും സവർണരും എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള അതൊരു പരിഷ്കാരമാണല്ലോ. അത്തരം പന്തിഭോജനങ്ങളൊക്കെ സവർക്കറുടെ നേതൃത്വത്തിൽ ധാരാളം നടക്കുന്നുണ്ട്. അത്തരം പന്തിഭോജനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് ലതാ മങ്കേഷ്കർ. സവർക്കറുടെ നേതൃത്വത്തിൽ നടന്ന ഈ സർവാണി സദ്യയോ പന്തിഭോജനം എന്നൊക്കെ പറയുന്ന സദ്യകളിലുമൊക്കെ അന്നദാനം എന്നോ പറയാവുന്നതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ ആ പുരോഗമന വശം, സവർക്കറുടെ പുരോഗമന പ്രവർത്തനങ്ങളിൽ, പരിഷ്കരണ പ്രവർത്തനങ്ങളിലൊക്കെ ലതാ മങ്കേഷ്കറും ആയ ആളാണ് ഈ കുട്ടിക്കാലം മുതലേ. സവർക്കറുടെ പല കവിതകൾ ഗാനമായി ആലപിച്ചിട്ടുണ്ട്, കവിതകൾ ആലപിച്ചിട്ടുണ്ട് അവർ. ലതാ മങ്കേഷ്കർ ജയോസ്തുത്തെ, നീ മസാസിനെ, സാഹം പ്രാൺ, തൽമാല തുടങ്ങിയ ഈ മറാഠി ഗാനങ്ങളാണ്. അതൊക്കെ വളരെ പ്രശസ്തമാണ്. സവർക്കറുടെ പല കവിതകളും ഗാനങ്ങളായി ആലപിച്ചിട്ടുണ്ട് ലതാ മങ്കേഷ്കർ. സവർക്കറുടെ രചനകൾ, സവർക്കർ എഴുതിയിട്ടുള്ള ഈ രചനകൾ ഇങ്ങനെ ആരും അറിയാതെ കിടക്കുന്നതൊക്കെ പ്രശസ്തമാവുന്നതും ഇങ്ങനെ ലതയുമൊക്കെ പാടുന്നത് കൊണ്ട് കൂടിയിട്ടാണ്. അതും നമ്മൾ പറയണമല്ലോ. ഈ ഹൃദയനാഥ് മങ്കേഷ്കർ അനുജനാണ് ലതാ മങ്കേഷ്കറിൻ്റെ. 1955 ആണ് ഈ നേരത്തെ പറഞ്ഞ ആകാശവാണിയിലെ നെഹ്റു പുറത്താക്കുന്ന സംഭവമൊക്കെ ഉണ്ടാവുന്ന ഹൃദയനാഥ് മങ്കേഷ്കർ. പക്ഷേ ഹൃദയനാഥ് മങ്കേഷ്കറെ പുറത്താക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പാട്ടുണ്ടല്ലോ, സാം പ്രാൺ തൽമലാല എന്ന് പറഞ്ഞത്, അത് ആകാശവാണിയിൽ അവതരിപ്പിക്കുകയാണ്. സവർക്കറുടെ കവിത എടുത്ത് ഗാനമായിട്ട് അവതരിപ്പിക്കുകയാണ് ഹൃദയനാഥ് മങ്കേഷ്കർ. സവർക്കറോടുള്ള ആദരവ് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ആണ് നെഹ്റുവിൻ്റെ ഉത്തരവ് വരുന്നത്. സവർക്കറോടുള്ള വിരോധം അത്ര വലുതാണ് നെഹ്റുവിന്. അപ്പോൾ ഹൃദയനാഥ് മങ്കേഷ്കർ പുറത്താക്കുകയാണ്. 18 വയസ്സോ മറ്റേ ഉള്ളൂ. അന്ന് 500 രൂപ ശമ്പളമുണ്ട്. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് സാമാന്യം വലിയ ശമ്പളമാണ് ആ കാലത്ത്. 1955 എന്ന് പറയുമ്പോൾ ജോലി പോയി, ആകാശവാണിയിലെ പ്രധാനപ്പെട്ടൊരു ജോലി പോയി, പിരിച്ചു വിട്ടു. പക്ഷേ ലാൽ ബഹദൂർ ശാസ്ത്രി 1964 നെഹ്റു മരിച്ച ശേഷം പ്രധാനമന്ത്രി ആകുമ്പോൾ ഈ കുറച്ച് മൃദു സമീപനമാണ് ശാസ്ത്രി സ്വീകരിച്ചിരുന്നത് സവർക്കറോട്. സവർക്കറുടെ മഹത്വം അറിയാമായിരുന്ന ആളാണ്. അപ്പോൾ 1964 ഒക്ടോബറിൽ ഹൃദയനാഥ് മങ്കേഷ്കർക്ക് പഴയ നെഹ്റുവിൻ്റെ സംഗതി ഉണ്ടല്ലോ, ആ പാപം ഒഴുക്കിക്കളയാൻ വേണ്ടി ഹൃദയനാഥ് മങ്കേഷ്കർക്ക് പ്രതിമാസ സഹായം കൊടുക്കാൻ തുടങ്ങി കേന്ദ്രം, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സർക്കാർ. സ്വാതന്ത്ര്യ സേനാനിയാണ് സവർക്കർ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഹൃദയനാഥും ഇതിങ്ങനെ ചെയ്തു. അപ്പോൾ ഹൃദയനാഥിനെയും സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് കരുതിയിട്ടാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തു. അങ്ങനെ ഒരു ഉപരോധം നീങ്ങി. അപ്പോൾ അങ്ങനെ ഹൃദയനാഥ് മങ്കേഷ്കർക്കും ഒരു മോചനം കിട്ടി. ഈ 1955 ഈ സാഗരപ്രാൺ തൽമാല ഈ അവതരിപ്പിച്ചല്ലോ ഹൃദയനാഥ് മങ്കേഷ്കർ. അത് സവർക്കർ 1909 എഴുതിയ കവിതയാണ്. 15 വയസ്സായപ്പോഴാണ് ഹൃദയനാഥ് മങ്കേഷ്കർ അനുവാദം ചോദിക്കുന്നത്, അത് ആകാശവാണിയിൽ അവതരിപ്പിക്കട്ടെ എന്ന്. AR എന്നിട്ട് ഇത് അവതരിപ്പിച്ചതിന് AR ഷോക്കോസ് നോട്ടീസ് കൊടുത്തു ഹൃദയനാഥ് മങ്കേഷ്കർക്ക്, കാരണം കാണിക്കാൻ. എന്തിന് നിങ്ങൾ സവർക്കറുടെ കവിത അവതരിപ്പിച്ചു, അത് നിങ്ങൾ കാരണം കാണിക്കുക എന്ന് പറഞ്ഞിട്ട് ഒറ്റ വരിയാണ് ഈ വിശദീകരിച്ചത്. നല്ല കവിതയായിരുന്നു,
സവർക്കറുടേത്. സവർക്കർ നല്ല കവിയുമാണ്. ഇതാണ് വിശദീകരിച്ചത്. അങ്ങനെ പുറത്താക്കി. ഇത് വിക്രം സമ്പത്ത് എഴുതിയ സവർക്കർ എ കണ്ടസ്റ്റഡ് ലെഗസി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഹൃദയനാഥ് മങ്കേഷ്കറിനെ നെഹ്റു പുറത്താക്കിയ സംഭവം വിവരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മങ്കേഷ്കർ കുടുംബം ഒരിക്കലും സവർക്കറെ ജോലി പോയെങ്കിലും വിട്ടില്ല. എല്ലാ വർഷവും ജന്മദിനവും ചരമദിനവും ലതാ മങ്കേഷ്കർ ഓർത്തു, താത്യ എന്ന് വിളിച്ചു. സ്വന്തം അച്ഛനെ പോലെ തന്നെ ഒരു ആളായിട്ടാണ് ലതാ മങ്കേഷ്കർ കരുതിയിരുന്നത്. ട്രൂ സൺ ഓഫ് മദർ ഇന്ത്യ എന്ന് അവരൊരിക്കൽ പോസ്റ്റിൽ സവർക്കറെ പറ്റി വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പം മങ്കേഷ്കർ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു സവർക്കർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.